ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഗാന്ധിജി കി നമക് കഥ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था और नमक पर टैक्स लगा रखा था. इसका कारण क्या होगा? അപ്പൊ എന്താണ് പറയുന്നത്? ബ്രിട്ടീഷുകാര് ഭാരത് കി ലോഗോക്കോ, ഭാരതത്തിലെ ആളുകളെ ഖുദ് നമക് ബനാനെ സെ, സ്വയം ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് റോക്ക് റഖാഥ, അതായത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു, തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഓർ നമക് പർ ടാക്സ് ലഗാ റഖാഥ, പിന്നെന്താണ്, ആ ഉപ്പിന്റെ മുകളിൽ ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്കാ കാരൺ ക്യാ ഹോഗ, അതിന്റെ കാരണം എന്താകാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. अंग्रेजों का उद्देश्य भारत से अधिक पैसा कमाना था. അപ്പോ ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭാരതത്തിൽ നിന്ന് പറ്റുന്ന അത്രയും, അധിക് സെ അധിക് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയാണോ പറ്റുക അത്രയും അധികം പൈസ കമാനാഥ, പൈസ കമാന എന്ന് വെച്ചാൽ സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. നമക് ഹർ ഘർ കി ജറൂറത്ത് ഹെ, ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ വീട്ടിലെയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. इसलिए उस पर टैक्स लगाकर भी खूब मुनाफा कमाना चाहते थे. അതുകൊണ്ട് അതിന്റെ മുകളിൽ ടാക്സ് ഏർപ്പെടുത്തിയിട്ട് അവര് ഖൂബ് മുനാഫ കമാന ചാത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാല്, മുനാഫ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, ലാഭം. ഖൂബ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, അപ്പം ഒരുപാട് അധികം പ്രോഫിറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കണം എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. साथ ही वे भारतीयों को हर तरह से अपने ऊपर निर्भर बनाए रखना चाहते थे. അതോടൊപ്പം തന്നെ അവരെന്താണ് ആഗ്രഹിച്ചിരുന്നത്, ഭാരതത്തിലെ ആളുകളെ അവരുടെ മുകളിൽ നിർഭരാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആശ്രയിക്കുന്ന രീതിയിൽ നിർത്തണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. താക്കി ഉൻകി സത്ത ഓർ കമായി ബനി രഹേ, സത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇവിടെയുള്ള പവറും അതുപോലെ തന്നെ കമായി, അവരുടെ വരുമാനമൊക്കെ ബനി രഹേ, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് ഇത്. അപ്പം ഉപ്പിന്റെ മുകളിൽ ടാക്സ് ഏർപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിലെ ആളുകളുടെ അടുത്ത് നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കുകയും ചെയ്യാം, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ പവറിൽ ഇരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് അവര് ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आजाद हो गया. इस रास्ते में हुई मुख्य घटनाएं क्या क्या है? അപ്പം 17 വർഷങ്ങൾക്ക് ശേഷം സത്യത്തിൽ, സച്മുച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥത്തിൽ, സത്യത്തിൽ, ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ, ആ വഴിയിലൂടെ നടന്നുകൊണ്ട് ദേശ് ആസാദ് ഹോ ഗയ, അതായത് രാജ്യം എന്താണ്, സ്വാതന്ത്ര്യം നേടി എന്നുള്ളതാണ്. ഇസ് രാസ്തേ മേ ഹുയി മുഖ്യ ഘട്ടനായി ക്യാ ക്യാ ഹെ, അപ്പം ഈ വഴിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഈ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞിട്ട് പിന്നീട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, गांधी जी का दांडी यात्रा जैसे सत्याग्रह और अहिंसक आंदोलन चलाना. അപ്പോ ഉപ്പ് സത്യാഗ്രഹം കൂടാതെ തന്നെ എന്താണ്, അഹിംസയുടെ മാർഗത്തിലൂടെയുള്ള ആന്തോളനങ്ങള്, സഹയോഗ് ആന്തോളൻ ഓർ ഭാരത് ഛോഡോ ആന്തോളൻ ജैसे बड़े जन आंदोलन होना. അതുപോലെയുള്ള ആന്തോളൻ, വേറെ കുറെ ആന്തോളനം നടന്നിട്ടുണ്ട്. ഈ ഉപ്പ് സത്യാഗ്രഹം കൂടാതെ ഈ അഹിംസയുടെ മാർഗത്തിലുള്ള ഒരുപാട് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അസഹयोग ആന്തോളൻ എന്ന് വെച്ചാൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതൊക്കെയാണ്. ഓക്കെ, പിന്നീട് എന്തൊക്കെയാണ് നടന്നത്? ഹസാറോ ലാഖോ ലോഗോ കാ സ്വതന്ത്രത സംഗ്രാം മേ ഷാമിൽ ഹോന, എന്താണ് ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി എന്നുള്ള കാര്യം നടന്നിട്ടുണ്ട്. അനേക് സ്വതന്ത്രത സേനാനിയോ കാ ബലിദാൻ ഓർ സംഘർഷം, ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവിതം ബലിയർപ്പിച്ചിട്ടുണ്ട്, അവര് ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ലാസ്റ്റ് എന്താണ് ഉണ്ടായത്? 15 അഗസ്റ്റ് 1947 को भारत का आजाद होना. പിന്നീട് 15 ഓഗസ്റ്റ് 1947 എന്താണ്, ഭാരതം അതായത് സ്വാതന്ത്ര്യം നേടി എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ ഘട്നാവോ കോ ക്രം സെ ലിഖേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് താഴെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഓർഡർ ആക്കി എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഓർഡറിൽ തന്നെ അത് പറയാം. ഗാന്ധിജി पैदल दांडी के समुद्र किनारे चल पड़े. ഗാന്ധിജി എന്താണ്, കാൽനടയായിട്ട് ഈ ദാണ്ഡി എന്നുള്ള ഗ്രാമത്തിലോട്ട് നടന്നു തുടങ്ങി അല്ലെങ്കിൽ നടന്നു പോയി എന്നുള്ളതാണ്.
പിന്നെന്താണ് യാത്ര കി ദൗറാൻ ഹസാറോ ലോഗ് ജുഡ്തേ ഗയേ. അദ്ദേഹത്തിന്റെ ഈ യാത്രയുടെ ഇടയിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരാനായിട്ട് തുടങ്ങി. രാസ്തേ മേ കൈ ഗാവ് പടേ. അങ്ങനെ വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ട്തേ ഓർ സുബഹ് ഫിർ ചൽ പഡ്തേ. അപ്പൊ ആ ആളുകളൊക്കെ എന്താ ചെയ്യുക, ഏതെങ്കിലും ഒരു ഗ്രാമത്തില് രാത്രി കഴിച്ചുകൂട്ടും, എന്നിട്ട് രാവിലെ വീണ്ടും നടന്നു തുടങ്ങും. സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ അംഗ്രേസോ കാ കാനൂൻ തോടാ. ആ കടലിലെ വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് ഉപ്പുണ്ടാക്കിയിട്ട് ഇംഗ്ലീഷുകാരുണ്ടാക്കിയിട്ടുള്ള ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ആ നിയമം അവര് ബ്രേക്ക് ചെയ്തു, അദ്ദേഹം ബ്രേക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഇസ് പ്രകാർ ഗാന്ധിജിനെ പൂരെ ദേശ് കോ അംഗ്രേസോ സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇപ്രകാരം ഗാന്ധിജി എന്താണ് ചെയ്തത്, ആ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തെ മുഴുവൻ ബ്രിട്ടീഷുകാരിൽ നിന്ന് മുക്തി നേടാനായിട്ടുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. രാജ്യത്തിനും രാജ്യത്തിലെ ആളുകൾക്കും എന്താണ് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള ഒരു മോചനം നേടാനുള്ള വഴി കാണിച്ചു കൊടുത്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റബ്ബട്ട് ലിഖേ എന്നാണ് പറയുന്നത്, റിപ്പോർട്ട് എഴുതാനാണ്. ഗാന്ധിജി അഹമ്മദാബാദ് സെ പാദൽ ചൽക്കർ ദാണ്ഡി പहुंचे, ഖുദ് നമക് ബനാക്കർ അംഗ്രേസോ കാ കാനൂൻ തോട. ഗാന്ധിജി എന്താണ് അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായി ദാണ്ഡിയിലോട്ട് എത്തി, എന്നിട്ട് അവിടെ നിന്ന് സ്വയം ഉപ്പുണ്ടാക്കിയിട്ട് ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള നിയമം ബ്രേക്ക് ചെയ്തു. ഇസ് ഘടന പർ സമാചാർ പത്ര കെ ലിയെ ഏക് റിപ്പോർട്ട് തയ്യാർ കരെ. ഈ ഒരു ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഒരു ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം ആ സംഭവം എന്താണ്, അതുപോലെ തന്നെ അത് എപ്പോഴാണ് നടന്നത്, കഹ എവിടെയാണ് നടന്നത്, ക്യൂ എന്തിനാണ് നടന്നത്, കാസെ എങ്ങനെയാണ് നടന്നത്, ഇതെല്ലാം ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് ഇതെല്ലാം പിന്നെ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതിയിട്ടുള്ള റിപ്പോർട്ടിൽ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ് ഒരു ടൈറ്റിൽ, ഒരു ശീർഷകം വേണം, പിന്നെ സ്ഥലത്തെ കുറിച്ചിട്ട് എഴുതണം, ഘടനാക്ക വിവരൺ സംഭവത്തെ കുറിച്ചിട്ട് വിവരിച്ചിട്ടുണ്ടായിരിക്കണം, വസ്തുനിഷ്ഠത എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായിട്ടായിരിക്കണം അത് എഴുതിയിട്ടുള്ളത്, ദൃഷ്ടികോൺ ഹെ നിങ്ങളുടെ എന്താണ് പോയിന്റ് ഓഫ് വ്യൂ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്, നിങ്ങൾ അതിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ആദ്യം തന്നെ ഹെഡിങ് എഴുതിയിട്ടുണ്ട്, ദാണ്ഡി യാത്ര ഓർ നമക് കാനൂൻ കാ വിരോധ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദാണ്ഡി യാത്രയും ഈ ഉപ്പ് നിയമത്തിന് എതിരായിട്ടുള്ള വിരോധവും എന്നാണ് എഴുതിയിട്ടുള്ളത് ഹെഡിങ്ങിൽ പറയുന്നത്. അപ്പൊ സ്ഥലം എവിടെയാണ്, ദാണ്ഡി ഗുജറാത്ത്, തിഥി 1930. നമ്മളിവിടെ ഇയർ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡേറ്റ്, അതിന്റെ കറക്റ്റ് ഡേറ്റ് അറിയുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡേറ്റ് എഴുതി ചേർക്കാം. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ടേബിൾ പോലെ അല്ലെങ്കിൽ ഒരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്, ഹെഡിങ് വേണം, സ്ഥലം എഴുതണം, അതുപോലെ തന്നെ ഡേറ്റ് എഴുതിയിരിക്കണം. सबरमती आश्रम से महात्मा गांधी ने अपने साथियों के साथ दांडी की ओर पैदल യാത്ര शुरू की. അപ്പം സബർമതി ആശ്രമത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയും തന്റെ കൂടെയുള്ള ആളുകളും കൂടിയിട്ട് എന്താണ് ദാണ്ഡി കി ഓർ എന്ന് പറഞ്ഞ ദാണ്ഡി ഗ്രാമത്തിന്റെ ദിശയില് പാദൽ യാത്ര ഷുറൂക്കി, കാൽനടയായിട്ട് യാത്ര തുടങ്ങി. यह यात्रा अंग्रेजों के नमक कानून के विरोध में की गई थी. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഉപ്പിന്റെ മുകളിലുള്ള ഒരു നിയമം, ആ ടാക്സ് കൊണ്ടുവന്നിട്ടുള്ള നിയമത്തിന് എതിരായിട്ടാണ് ഇവര് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. उस समय अंग्रेजों ने नमक पर कर लगा रखा था और भारतीयों को खुद नमक बनाने की अनुमति नहीं थी. ആ സമയത്ത് എന്താണ് ബ്രിട്ടീഷുകാര് എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉപ്പിന്റെ മുകളില് കർ ലഗാ റഖാത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓർ ഭാരതീയോക്കോ ഖുദ് നമക് ബനാനെ കി അനുമതി നഹി ഥി. അതായത് ഭാരതത്തിലെ ജനങ്ങൾക്ക് സ്വയം ഉപ്പുണ്ടാക്കാനുള്ള അനുമതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ, അനുവാദം ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി ने यह अन्यायपूर्ण कानून तोड़ने का निश्चय किया. वे कई दिनों तक पैदल चलते रहे. അപ്പം ഗാന്ധിജി എന്താണ് തീരുമാനിച്ചത്, ഈ അന്യായപൂർണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഇങ്ങനെ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു നിയമമല്ലല്ലോ, ഇതൊരു അന്യായമാണ്, ഈ ഒരു നിയമത്തിന് എതിരെ ഇസെ തോടുന്നിക്ക നിശ്ചയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള നിശ്ചയിക്കുക എന്ന് പറഞ്ഞാല് തീരുമാനിച്ചു. അപ്പം ഈ അനീതിപരമായിട്ടുള്ള ഈ ഒരു നിയമം ബ്രേക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. വി കൈ ദിനോത്തക് പാദൽ ചൽത്തി രഹെ. അദ്ദേഹം ഒരുപാട് ദിവസങ്ങളോളം കാൽനടയായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. രാസ്തേ മേ അനേക് ഗാവ് പടേ. അദ്ദേഹത്തിന്റെ വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ അദ്ദേഹം കണ്ടു എന്നുള്ളതാണ്. ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു വഴിയിൽ. गांवों के लोग उनका स्वागत करते, उन्हें भोजन कराते और उनकी बात ध्यान से सुनते. ഗ്രാമത്തിലെ ആളുകള്
അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും സ്വീകരിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ ധ്യാൻ സെ സുനത്തെ, ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ചെയ്തിരുന്നു. ധീരെ ധീരെ ഹസാറോ ലോഗ് ഇസ് യാത്രാമേ ഷാമിൽ ഹോ ഗയേ. പതിയെ പതിയെ എന്താണ്, ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു യാത്രയിൽ ഷാമിൽ ഹോ ഗയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യാത്രയുടെ ഭാഗമായി അതിൽ വന്നു ചേർന്നു എന്നുള്ളതാണ്. ആഖിർക്കാർ, ആഖിർക്കാർ എന്ന് വെച്ചാൽ അവസാനം. ഗാന്ധിജി ദാണ്ഡി സമുദ്ര തട്ട് പർ പहुंचे. അദ്ദേഹം, ഗാന്ധിജി എന്താണ്, ദാണ്ഡി സമുദ്ര തീരത്ത് എത്തി. പहुंचना എന്ന് വെച്ചാൽ എന്താ, എത്തുക. വഹാ ഉൻഹോനെ സമുദ്ര के पानी से नमक बनाकर अंग्रेजों का कानून तोड़ा. അവിടെ അദ്ദേഹം സമുദ്രത്തിലെ ജലമെടുത്തിട്ട് അതിൽ നിന്ന് ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള കാനൂൻ, ഈ നിയമം തോട, ബ്രേക്ക് ചെയ്തു. ഈ ഘടന പൂരെ ദേശ് മേ ഫൈൽ ഗയി. ഈ ഒരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പൂരെ ദേശ് മേ, രാജ്യത്തിൽ മുഴുവനും, ഫൈൽ ഗയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപിച്ചു എന്നുള്ളതാണ്. ലോകോ മേ നയ ഉത്സാഹ ജാഗ, ആളുകളിലെ പുതിയൊരു ഉത്സാഹം, ജാഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണർന്നു. സബ്നെ മിൽക്കർ അംഗ്രേസോ കെ ഖിലാഫ് ആവാസ് ഉഠാനി ശുരു കി. എല്ലാവരും മിൽക്കർ എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട്, അംഗ്രേസോ കെ ഖിലാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട്, ആവാസ് ഉഠാനി ശുരു കി, ശബ്ദം ഉയർത്താനായിട്ട് തുടങ്ങി. इस यात्रा ने स्वतंत्रता आंदोलन को नई दिशा दी और देशवासियों को एकजुट कर दिया. ഈ ഒരു യാത്ര എന്താണ് ചെയ്തത്, സ്വതന്ത്രത ആന്തോളൻകോ, അതായത് ആ സ്വാതന്ത്ര്യ സമരത്തിന് നയി ദിശ ദി, ഒരു പുതിയ ദിശ നൽകി. ദേശവാസിയോക്കോ ഏക്ജുട്ട് കർ ദിയ, ദേശവാസിയോക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രാജ്യത്തിലെ ജനങ്ങളെ, ഏക്ജുട്ട് കർ ദിയ, അതായത് അവരിലൊരു ഐക്യം ഉണ്ടാക്കാനും അവരെ ഒന്നിച്ചു കൊണ്ടുവരാനും ഈ ഒരു എന്താണ് സത്യാഗ്രഹം കാരണമായി എന്നാണ് പറയുന്നത്. ദാണ്ഡി യാത്ര ഹമാരെ ഇതിഹാസ് കി എക് മഹത്വപൂർണ്ണ ഘടന ഹെ. ദാണ്ഡി യാത്ര എന്ന് പറയുന്നത് നമ്മളുടെ ഇതിഹാസ് എന്ന് വെച്ചാൽ നമ്മളുടെ ചരിത്രത്തിലെ വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടന, ഒരു സംഭവമാണ്. ജിസ്നെ ആസാദി കി രാഹ് കോ മസ്ബൂത്ത് ബനായ ഹെ. ആ ഒരു സംഭവം ആസാദി കി രാഹ് കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി, മസ്ബൂത്ത് ബനായ, അത് ദൃഢമാക്കി. മസ്ബൂത്ത് ബനാന എന്ന് വെച്ചാൽ സ്ട്രോങ് ആക്കുക, ദൃഢമാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു സംഭവം എന്താണ്, പിന്നീടുള്ള സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ എന്താണ് ശക്തി പകർന്നു എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് പ്രൊഫൈൽ തയ്യാർ കരി എന്നുള്ളതാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്, എഴുതാനാണ് പറയുന്നത്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 എഴുതിയിട്ടുണ്ട്. 2 മോഡൽ കാണിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. മഹാത്മാഗാന്ധി 1869 to 1948. അപ്പം പ്രൊഫൈലും എപ്പോഴും ഒരു ബോക്സിലാണ് എഴുതേണ്ടത്. എന്നിട്ട് ടൈറ്റിലായിട്ട് ആ വ്യക്തിയുടെ പേര് ബ്രാക്കറ്റിൽ അദ്ദേഹം ജനിച്ച വർഷവും അന്തരിച്ച വർഷവും കൊടുക്കുക. മഹാത്മാഗാന്ധി का जन्म 2 अक्टूबर 1869 को पोरबंदर गुजरात में हुआ था. അദ്ദേഹം 2 ഒക്ടോബർ 1869 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത്. उनका पूरा नाम മോഹൻദാസ് കരംചന്ദ് ഗാന്ധി था. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. വേ സത്യ और അഹിംസ के मार्ग पर चलने वाले महान नेता थे. അദ്ദേഹം സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ ചലിക്കുന്ന ഒരു മഹാനായിട്ടുള്ള നേതാവായിരുന്നു. ഉन्होंने भारत को आजादी दिलाने के लिए कई आंदोलन किए. അദ്ദേഹം എന്താണ്, ഭാരതത്തിനെ സ്വതന്ത്രമാക്കാനായിട്ട് ഒരുപാട് ഇങ്ങനത്തെ ആന്തോളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹ, അസഹयोग ആന്തോളൻ, നമക് സത്യാഗ്രഹ और ഭാരത് ഛോഡോ ആന്തോളൻ ഉൻകെ പ്രമുഖ ആന്തോളൻ थे. അപ്പൊ അദ്ദേഹം നടത്തിയിട്ടുള്ള ആന്തോളനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിജി സാദഗി സെ ജീവൻ ജീത്തെ थे. അദ്ദേഹം വളരെ എന്താണ്, സാധാരണമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. സാദഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സിമ്പിൾ ആയിട്ടുള്ള. वे हमेशा खादी पहनते और स्वदेशी वस्तुओं का उपयोग करने की सलाह देते थे. അദ്ദേഹം എപ്പോഴും ഖാദി വസ്ത്രങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ സ്വദേശിയായിട്ടുള്ള വസ്തുക്കൾ, അതായത് നമ്മളുടെ ദേശത്ത് തന്നെ നിർമ്മിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള സലാ ദേത്തേ थे എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് സജഷൻസ് ആണ് തന്നിരുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം മറ്റുള്ളവരും അത് ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുമായിരുന്നു. ഉन्होंने लोगों को एकता, शांति और प्रेम का संदेश दिया. അദ്ദേഹം എന്താണ്
ആളുകൾക്ക് ഏകത എന്ന് വെച്ചാൽ ഐക്യം, ശാന്തി എന്ന് വെച്ചാൽ സമാധാനം, പ്രേം, സ്നേഹം ഇതിന്റെയൊക്കെ സന്ദേശമാണ് നൽകിയത്. ഉനക്കെ പ്രയാസോ സെ ദേശ് മേ ആസാദി കി ഭാവന മസ്ബൂത് ഹുയി. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് രാജ്യത്ത് എന്താണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാവന ഉടലെടുത്തത്, അല്ലെങ്കിൽ അതിന് ശക്തി പ്രാപിച്ചത് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം 13 ജനുവരി 1948 അദ്ദേഹം അന്തരിച്ചു. എങ്ങനെയാണ് അന്തരിച്ചത്? ഉൻകി ഹത്യ കർ ദി ഗയി, അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാണ്. ലേക്കിൻ ഉൻകെ വിചാർ ആജ് ബി ലോഗോं को പ്രേരിത് करते हैं. പക്ഷെ അദ്ദേഹത്തിന്റെ തോട്ട്സ്, അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്നും ആളുകളെ എന്താണ് പ്രേരിപ്പിക്കുന്ന ഒന്നാണ്, ആളുകൾക്ക് പ്രേരണ നൽകുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഭഗത് സിംഗിന്റെ ഒരു പ്രൊഫൈലും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആക്ച്വലി നിങ്ങൾക്കൊരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പോലെയുള്ളതാണ്, പക്ഷെ ഒരു പ്രൊഫൈലും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി നോക്കാം നമുക്ക്. ഭഗത് സിംഗ് 1907 തൊട്ട് 1931 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ജനിച്ചത് എന്താണ് 28 സെപ്റ്റംബർ 1907 പഞ്ചാബിലെ ബംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ്. ബച്പൻ സെ ഹി ദേശഭക്തി, അദ്ദേഹം എന്താണ് പണ്ട് മുതലേ, കുട്ടിക്കാലം മുതലേ എന്താണ് ദേശസ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. ജാലിയൻ വാലാബാഗ് ഹത്യാകാണ്ഡ് കാ ഉൻ പർ ഗഹര പ്രഭാവ് പട. ജാലിയൻ വാലാബാഗിലത്തെ ആ ഹത്യാകാണ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾ മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പം ആ ഒരു കാര്യം അദ്ദേഹത്തിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, അത് അദ്ദേഹത്തിൽ ഒരുപാട് പ്രഭാവം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉൻഹോനെ അംഗ്രേസോ കി അന്യായ് കെ ഖിലാഫ് ആവാസ് ഉഠായി. അദ്ദേഹം എന്താണ് ഈ ബ്രിട്ടീഷുകാർ ചെയ്യുന്ന അന്യായത്തിന് എതിരായിട്ട്, ഖിലാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരായിട്ട്, ആവാസ് ഉഠായി, ആവാസ് എന്ന് വെച്ചാൽ ശബ്ദം, ഉഠായി എന്ന് വെച്ചാൽ ഉയർത്തുക. അപ്പം ഉഠാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർത്തുക, ഉഠായി എന്ന് പറയുമ്പോൾ ശബ്ദം ഉയർത്തി എന്നാണ്. ഭഗത് സിംഗ് ने अपने साथियों के साथ मिलकर लाहौर में अंग्रेज अधिकारी സാൻഡേഴ്സ് കോ ഗോലി മാറി. അപ്പം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറച്ച് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും കൂടിയിട്ട് അംഗ്രേസ് അധികാരിയായിട്ടുള്ള സാൻഡേഴ്സിനെ എന്താണ് വെടിവെച്ചു. ഗോലി മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിവെക്കുക എന്നുള്ളതാണ്. ബാദ് മേ ഉൻഹോനെ ദില്ലി കി കേന്ദ്രീയ വിധാൻസഭമേ ബം ഫേക്ക. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലെ വിധാൻസഭ എന്ന് വെച്ചാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അവിടെ എന്താണ് ബം ഫേക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോംബ് എറിഞ്ഞു. താക്കി അംഗ്രേസ് സർക്കാർ കാ ധ്യാൻ ഭാരതീയോ കി സമസ്യാओं की ओर जाए. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? ഈ അംഗ്രേസ് സർക്കാർ, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ധ്യാൻ എന്ന് വെച്ചാൽ ശ്രദ്ധ, ഭാരതീയോ കി സമസ്യാओं की ओर जाए, അതായത് ഭാരതത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെ തിരിയാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭാരതത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാനായിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. വേ ചാഹത്തെ ഥേ കി ദേശ് ആസാദ് ഹോ ഓർ ലോഗ് സമ്മാൻ സെ ജീവൻ ജീ സക്കെ. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ഈ ഒരു രാജ്യം സ്വതന്ത്രമാകണമെന്നും ആളുകൾക്ക് സമ്മാൻ സെ ജീവൻ ജീ സക്കെ എന്ന് വെച്ചാൽ ആളുകൾക്ക് എന്താണ് അഭിമാനത്തോടുകൂടെ ജീവിക്കാനായിട്ട് ഇവിടെ കഴിയണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നത്. പിന്നീട് എന്താണ് മാർച്ച് 23, 1931 അദ്ദേഹത്തിന് ഫാസി ദേദി ഗയി എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിനെ തൂക്കിലേറ്റി എന്നാണ്. അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു. ഉൻകി ഷഹാദത് ने पूरे देश में क्रांति की भावना ജഗാദി. പക്ഷെ അദ്ദേഹം എന്താണ് തൂക്കിലേറ്റപ്പെട്ട സമയത്തുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് രാജ്യം മുഴുവനുള്ള ജനങ്ങളിൽ ക്രാന്തി, അതായത് വിപ്ലവം അഴിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. ഭഗത് സിംഗ് ആജ് ബി യുവാओं के लिए साहस और देशभक्ति का प्रतीक है. ഭഗത് സിംഗ് ഇന്നും, ആജ് ബി എന്ന് പറഞ്ഞാൽ ഇന്നും, യുവാओं के लिए യുവാക്കളെ സംബന്ധിച്ച് സാഹസ് ഓർ ദേശഭക്തി കെ പ്രതീക് ഹെ, എന്താണ് സാഹസത്തിന്റെയും ദേശ സ്നേഹത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. അപ്പം ഇത്രയാണ് ആ പ്രൊഫൈൽസിന്റെ സെക്ഷനിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.